Architecture engineering ബിരുദകാരിയായ ഹേമ തിളങ്ങുന്നത് വെറൈറ്റി ടൈപ്സ് ഓഫ് കേക്ക്സ് മൂലമാണ്. വഴുതക്കാട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപമുള്ള ഓവൻലി വെറൈറ്റി ടൈപ്സ് ഓഫ് കേക്ക്സ്, ബ്രെഡ്സ് തുടങ്ങിയവ ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നു. ഹേമയെ പരിചയപ്പെടാം. Hi, I'm Hema Edwin. I'm basically an architect turned into a baker. Currently, I run a bakery called Ovenly. It's at Vellambalam Police Headquarters. തുടങ്ങിയിട്ട് ഇപ്പോൾ more than 1 year ആയി. So Hema, as you said, basically an architect ആണെന്ന് പറഞ്ഞു. So why did you choose this field? Yeah, it was totally accidental. I'm passed out from College of Engineering Trivandrum, architecture കഴിഞ്ഞിട്ട് I practiced some architecture. My father is also an architect. പിന്നെ College of Architecture Trivandrum CAT അവിടെ I was teaching as a faculty. അപ്പോൾ there was this small get together, teachers informal get together. അതിന് one friend of mine, Jitesh, he is a foodie. അപ്പോൾ he asked me to make red velvet cake. Why don't you try red velvet cake? അതിന് മുന്നേ കേക്ക്സ് ഉണ്ടാക്കും. മദർ ഇൻ ലോ ആണ് ബേക്കിംഗ് പഠിപ്പിക്കുന്നത്. കേക്ക്സ് ഉണ്ടാക്കും. അപ്പോൾ ഈ റെഡ് വെൽവെറ്റ് ദാറ്റ് പ്രേമം മൂവി വാസ് എ ഹിറ്റ് ദാറ്റ് ടൈം. അപ്പോൾ റെഡ് വെൽവെറ്റ് വാസ് ഫേമസ്. So he asked me to make this red velvet. I read about it and I said, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, പറ്റത്തില്ല, ചുമ്മാ ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഐ മെയ്ഡ് ദാറ്റ് ഡേ അതുണ്ടാക്കി. അന്ന് ഇറ്റ് വാസ് എ ഹ്യൂജ് ഹിറ്റ്, ടു മൈ ബിഗ് സർപ്രൈസ്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. സോ അത് കഴിഞ്ഞിട്ട് ഈ ടീച്ചേഴ്സ് ഇത് കഴിച്ച ആൾക്കാരൊക്കെ പിന്നെ അവരുടെ വീട്ടിലെ ചെറിയ ഫങ്ഷൻസിനൊക്കെ ഓർഡർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൈ അങ്കിൾ ഓപ്പൺ ദിസ് ബേക്കറി, പനവിള ബേക്ക് ഹൗസ്. അവിടെ ക്രിസ്മസിൻ്റെ ടൈമിൽ ഞാൻ കുറച്ച് ടേക്ക് അവേ കേക്ക്സ് അതിലിങ്ങനെ കൈകൊണ്ട് ഹോം മെയ്ഡ് റെഡ് വെൽവെറ്റ് കേക്ക് എന്നൊക്കെ എഴുതി വി കെപ്റ്റ് ഫോർ സെല്ലിങ്. അപ്പോൾ ഈ ഈറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പൊക്കെ, ഫേസ്ബുക്കിലെ ഈറ്റ് ഗ്രൂപ്പൊക്കെ ഇങ്ങനെ ദേ ജസ്റ്റ് ഹാഡ് 2000 മെമ്പേഴ്സ് അറ്റ് ദാറ്റ് ടൈം. ലൈക്ക് അവരിങ്ങനെ അഗ്രസീവായിട്ട് അപ്പായി വരുന്ന സമയത്തായിരുന്നു. സോ വി ഹാഡ് സം കസ്റ്റമേഴ്സ്. കഴിച്ച എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒബ്വിയസ്ലി ഇത് വീട്ടിലുണ്ടാക്കുന്ന കേക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ അല്ലായിരുന്നു ആ സമയത്ത് ട്രിവാൻഡ്രത്ത്, അപ്പാർട്ട് ഫ്രം ഹോം ബേക്കേഴ്സ്. അപ്പോൾ ഒരു ബേക്കറിയിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു സ്പെഷ്യലായിരുന്നു. കുറേ ഒരുപാട് റിവ്യൂസ് വന്നു. നെക്സ്റ്റ് ഡേ എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല എത്ര കിലോ കേക്ക് ഒരു ബാച്ചിനുള്ള വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടും തന്നെ എനിക്കൊരു ഐഡിയ ഇല്ല. ബട്ട് വി എൻഡഡ് അപ്പ് ഗെറ്റിംഗ് 13 or 16 kgs ഓഫ് കേക്ക് ഓർഡർ ഫോർ ദ നെക്സ്റ്റ് ഡേ. എങ്ങനെ ഉണ്ടാക്കും എന്നറിയില്ല. ആകെ ഒരു ബജാജിൻ്റെ ചെറിയൊരു ഓവനേ ഉള്ളൂ വീട്ടിൽ. അമ്മയുണ്ട്, മമ്മിയുണ്ട്, സിസ്റ്റർ ഇൻ ലോ ഉണ്ട്. കുറച്ച് ഹെൽപ്പൊക്കെ കിട്ടി. അന്ന് രാത്രി മൊത്തം ബേക്കിംഗ് ആയിരുന്നു. വി ഡിഡ്ന്റ് സ്ലീപ്പ് അറ്റ് ഓൾ. വി ബേക്ക്ഡ് ആൻഡ് ഗേവ് ഓൾ ദ ഓർഡേഴ്സ്. അപ്പോൾ ദാറ്റ് വാസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ലൈക്ക് ഇറ്റ് വാസ്, I would say it was overnight. Then we got consistent orders അപ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു. It was Christmas time also. Yeah, obviously Christmas ടൈമിൽ എല്ലാവരും ഒരു കേക്ക് കഴിക്കും. സോ ആ സമയത്ത് പെട്ടെന്ന് ഇന്ന ആളുടെ കേക്ക് കൊള്ളാന്ന് പറയുമ്പോൾ എവരിബഡി വുഡ് ട്രൈ ടു. അപ്പോൾ അങ്ങനെ എല്ലാവരും കഴിച്ചു, നല്ല ഫീഡ്ബാക്സ് കിട്ടി. പതുക്കെ വേറെ കേക്ക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. ദെൻ ഐ ബിക്കെയിം പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഫാക്കൽറ്റി കോളേജ് ഓഫ് ആർക്കിടെക്ചർ ട്രിവാൻഡ്രത്തിൽ പാർട്ട് ടൈം ആവാൻ തുടങ്ങി. പിന്നെ പതുക്കെ ഓർഡേഴ്സ് സ്റ്റാർട്ടഡ് പിക്കിംഗ് അപ്പ്. നമ്മൾ കുറച്ചുകൂടെ ഫ്ലേവേഴ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. ദെൻ സ്ലോലി ഐ ലെഫ്റ്റ് ജോബ് ആൻഡ് ഐ തോട്ട് ഓക്കെ ദിസ് കെയിം ടു മീ, ഐ ഹാഡ് ടു ടേക്ക് ഇറ്റ് അപ്പ്. സോ ദിസ് ഗുഡ്, ഓൾ ഫോർ ഗുഡ്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ് അപ്പ്. സോ ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്തത്? അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്തു? അതിനെ കുറിച്ച് എന്തെങ്കിലും ലൈക്ക് ഇപ്പോൾ ഫസ്റ്റ് ഐ സ്റ്റാർട്ടഡ് വിത്ത് റെഡ് വെൽവെറ്റ്. അപ്പോൾ റെഡ് വെൽവെറ്റിന് ആക്ച്വൽ ഫ്രോസ്റ്റിംഗ് ഇസ് ക്രീം ചീസ് എന്ന് പറയുന്ന ഫ്രോസ്റ്റിംഗ് ആണ് റെഡ് വെൽവെറ്റിൻ്റെ ഫ്രോസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ ഫ്രഷ് ക്രീമിൽ ചെയ്യുന്നവരുണ്ട്, വൈറ്റ് ചോക്ലേറ്റ് ചെയ്യുന്നവരുണ്ട്. ബട്ട് നൺ ഓഫ് ഇറ്റ് ഗോസ് വിത്ത് ദ ഓത്തൻറ്റിക് റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പോൾ ക്രീം ചീസ് എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവിടെ ഒരൊറ്റ പോയിന്റിൽ ട്രിവാൻഡ്രത്ത് ഒരൊറ്റ സ്ഥലത്തേക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ദാറ്റ് വാസ് ചോയ്സ് ആ സമയത്ത്. ദെൻ പതുക്കെ ബേക്കേഴ്സ് വാക്കിൽ വന്നു തുടങ്ങി. ഇപ്പോൾ കുറേ സ്ഥലത്ത് അത് അവൈലബിൾ ആണ്. സോ അങ്ങനത്തെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ലൈക്ക് ദ റൈറ്റ് ഇൻഗ്രീഡിയൻറ്റ് എവിടെ നിന്ന് സോഴ്സ് ചെയ്യണം. ആൻഡ് ആസ് യു നോ ഐ വാസ് നോട്ട് എ ബേക്കർ. അപ്പോൾ അത് പഠിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എവിടെ ഇതൊക്കെ കറക്റ്റ് നല്ല പ്രൈസിന് നല്ല ക്വാളിറ്റി ഓഫ് ബേക്കിംഗ് പ്രോഡക്ട്സ് കിട്ടും എന്നുള്ളത്. ഈ ബേക്കിംഗ് ഇൻഡസ്ട്രിയിലുള്ള മെയിൻ തിങ് ഇസ് ദാറ്റ് ഫോർ എവറി ഇൻഗ്രീഡിയൻറ്റ് യു വിൽ ഗെറ്റ് എ ചീപ്പർ സബ്സ്റ്റിറ്റ്യൂട്ട്. ബട്ട് അത് യൂസ് ചെയ്യുമ്പോൾ നെഗറ്റീവ്സ് ആർ ഇറ്റ് ഹെൽപ്പ്
it will not be healthy. One, it will affect the taste of the cake. So I had to hunt down good healthy products for my cakes. That was the major challenge. Adippa source cheyyunnundu, but still I'm using butter to do my cakes, just like I do it at home. Pinne ulla major challenge ennu vechal I was baking at home. Appo namukku oru batchil ചെയ്ത് bake ചെയ്തെടുക്കാനുള്ള time. Appo I had to look for a bigger oven എന്ന് പറഞ്ഞാൽ how much big I didn't know. അപ്പോൾ നമുക്ക് എത്ര ഓർഡേഴ്സ് വരും, we are not sure. So I just took small steps. ബോണ്ടായിരുന്ന ഓവൻ്റെ ഒരു ഇരട്ടി വലിപ്പമുള്ള ഒരു ഓവൻ എടുത്തു. അതും കൊമേഴ്ഷ്യൽ അല്ല, ഹോം പർപ്പസിനുള്ള ഓവൻ തന്നെയാണ്. Vidhyadhiraja's ഒരു ഓവൻ എടുത്തു. അപ്പോൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂട്ടാൻ പറ്റി. At one go I could bake many cakes. അപ്പോൾ അങ്ങനെ പതുക്കെ ചാലഞ്ചസ് ലേൺ ചെയ്ത്, ഇറ്റ് വാസ് എ ലേണിംഗ് കർവ്. Many teething problems were there. Climate, ഇപ്പം നമുക്കിപ്പം കേക്ക്സ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ റെസിപ്പീസ് വെസ്റ്റേൺ കൺട്രീസിലുള്ള റെസിപ്പീസ് ആണ്. ബട്ട് ദോസ് മൈറ്റ് നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ അവർ ക്ലൈമറ്റ്. അതിനകത്ത് ഫ്രോസ്റ്റിംഗ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ തലിഞ്ഞു പോകും. അങ്ങനത്തെ കുറേ ചാലഞ്ചസ്. ദർ വാസ് എ ട്രയൽ ആൻഡ് എറർ. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. 2 കേക്ക് ചെയ്യുമ്പോഴത്തേക്കും പിന്നെയും കോൺഫിഡൻസ് കൂടും. It's an experience. Baking, you cannot learn baking over a class or overnight. Every time you bake a cake, you learn something new out of it. So in business field, experience onno nerathe illa, but you just learned and then got. But yeah, my mother-in-law bakes from an old time, like long time. Amma baking, but plain cakes. See, apple cake, pineapple cake, dates cake, anganthe kore nalla cakes undu. Actually, first bite of the homemade cake in a taste it and amma undaki thannaru. Then I understood that okay, it's not like the commercial cakes that you get from other bakeries. Like anoru vera thanne oru taste undu. You crave for it. Eppozhum കഴിക്കുന്നു. ഒരു പേസ്ട്രി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നോർമലി അത് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റില്ലല്ലോ. വീട്ടിലുണ്ടാക്കുന്ന കേക്ക് അങ്ങനെയല്ല, നമുക്ക് എത്ര കഴിച്ചാലും മടുക്കത്തില്ല. And I don't sugar soak my cakes. It's a sweet. It doesn't need sugar soaking over it, and I believe in it. So I keep the cakes as healthy as possible. Actually, cakes soft aanallo sugar syrup mainly use cheyna. Yeah, the thing is, ഇപ്പം ഒരു കേക്ക് ഉണ്ടാക്കി എടുത്ത ഉടനെ അതിനൊരു തനതായ മോയ്സ്ചർ ഉണ്ട്. ബിക്കോസ് ഓഫ് ദ എഗ് കണ്ടന്റ്, പാല്, അങ്ങനത്തെ കുറേ ഇത് വെച്ചിട്ട് കേക്കിനൊരു മോയ്സ്ചർ ഉണ്ട്. ഉണ്ടാക്കിയ ഉടനെ കഴിക്കുമ്പോൾ ഒരു മോയ്സ്ചർ ഉണ്ട്. ബട്ട് ഓവർ ദ ടൈം ആ മോയ്സ്ചർ റെഡ്യൂസ് ആയി വരും. ബ്രെഡ് ഓൾസോ ദ സെയിം തിങ്. ബ്രെഡ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചേക്കുന്ന ബ്രെഡ് ആണെങ്കിൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ ബ്രെഡ് കുറച്ച് ഹാർഡ് ആവും. ദാറ്റ്സ് ബിക്കോസ് ദ മോയ്സ്ചർ കണ്ടന്റ് മാറുന്നുണ്ട്. അപ്പം അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഈ ഷുഗർ സോക്ക് ചെയ്യുക. അപ്പോൾ ഷുഗർ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോയ്സ്ചർ ഒരിക്കലും പോവില്ല. അത് എപ്പോഴും വെറ്റായിട്ടിരിക്കും. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദ ഷെൽഫ് ലൈഫ്. ബട്ട് ഷുഗർ സോക്കിംഗ് സ്പോയിൽസ് ദ ടേസ്റ്റ് ഓഫ് ദ കേക്ക്. ആ കേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് 3 days 4 days കൂടുതൽ പേസ്ട്രീസ് വെക്കാൻ പറ്റില്ല. There will be 5 days 7 days കഴിയുമ്പോഴത്തേക്കും കേക്കിൻ്റെ ഷെൽഫ് ലൈഫ്. അപ്പം ദാറ്റ് ഈസ് വെരി ട്രിക്കി. യു കനോട്ട് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഗോ ബിയോണ്ട് എ വോള്യൂം. ബിക്കോസ് എനിക്കിത് ഒരു 2 months ഒക്കെ ഷെൽഫ് ലൈഫുള്ള കേക്ക് ആണെങ്കിൽ ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം അവൈലബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒബ്വിയസ്ലി പ്ലം കേക്ക്സ് ചെയ്യാൻ പറ്റും. പ്ലം കേക്ക്സ് ഐ ഹാഡ് പോത്തീസ്, കുന്നിൽ, അങ്ങനെ കുറച്ച് സ്റ്റൈൽ പ്ലസിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ടൈമിൽ. ബട്ട് മൈ അതർ കേക്ക്സ് cannot go beyond 1 week. So അതുകൊണ്ട് തന്നെ it cut down a lot of options for you, but still I'm happy that I'm giving people healthy cakes without any preservatives or additives. That is my unique selling point. എന്താണ് future plans like after 4 or 5 years? Where do you see yourself? Okay, my wishes or my vision is to come up with more healthy meal options. Like there are no healthy salad options here, or നമുക്ക് വിശ്വസിച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് കുറവാണ്. ഐ ഡോണ്ട് അപ്പാർട്ട് ഫ്രം ദ ജങ്ക് ഫുഡ് ഓർ ദ ഫ്രൂട്ട് ജ്യൂസസ് അതൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ എന്നാലും ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ ഡിഷസ് ഇഫ് സമൺ ഇസ് ഗോയിങ് ഓൺ എ ഡയറ്റ്, ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഹോട്ടലിൽ പോയിട്ട് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്. സോ അങ്ങനെയുള്ളവർക്കും കൂടെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കുറേ ഡിഷസ് ഉണ്ട് ഓവൻ ബേക്ഡ്. ബിക്കോസ് ഈ ഓവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് ഹാവ് ടു യൂസ് ഓയിൽ ഓർ ബട്ടർ ടു കുക്ക് മീറ്റ് ഓർ fish or even vegetables. Like Olam festival ഈ ഇടയ്ക്ക് വന്നപ്പോഴത്തേക്ക് we had shepherd's pie in cups. You
had a stall there. Yes, we had a stall there. But Shepherd's Pie in a cup, it was so much appreciated because I it is a very simple dish, but nobody is familiar with it. But Ovenla, and our name is Ovenly. So oven based introduce. So I want to maybe have a cafe, good food, good music kind of cafe where oven made dishes are served, maybe full roast chicken and all that. Okay, so നിങ്ങളുടെ masterpiece item എന്താണ്? Like കൂടുതൽ sell ആയി പോകുന്ന item ഏതാണ്? Okay, we don't have many flavors. If you look into our menu, ഒരുപാട് flavors ഇല്ല. I don't. That's basically because I don't mix flavors. Authentic flavors. ഇപ്പോൾ chocolate cake ആണെങ്കിൽ ചോക്ലേറ്റിൻ്റെ ചില വേരിയേഷൻസ് ഉണ്ടാവും. I have super moist chocolate cake, chocolust. ഇപ്പോൾ റെഡ് വെൽവെറ്റ് ആണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് റെഡ് വെൽവെറ്റേ ഉള്ളൂ. I don't give even options for other frosting. എല്ലാ കേക്കിനും അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ആൻഡ് ഡിഫറൻസ് ഉണ്ടാവും. It will not just be a sweet. So I give more importance to the cake. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ thin layers of cakes and thick layers of cream is what you see normally. I give thick layers of cake and minimum amount of cream because you really don't have to eat so much cream to eat cake. കേക്കിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. അത് കോംപ്രമൈസ് ചെയ്ത് നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഓക്കെ, ബെസ്റ്റ് സെല്ലർ ഐ വുഡ് സേ ചോക്ലേറ്റ് ആൻഡ് റെഡ് വെൽവെറ്റ് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന റെഡ് വെൽവെറ്റ് തന്നെയാണ് ഇപ്പോഴും. പീപ്പിൾ ആർ നോട്ട് യെറ്റ് ഓവർ ഇറ്റ്, ബട്ട് ദേ വാണ്ട് മോർ. എല്ലാവരും ചോദിക്കും പുതിയ പുതിയ ഫ്ലേവേഴ്സ് എന്തൊക്കെയുണ്ട്, ബിക്കോസ് ദേ വാണ്ട് ടു നോ. ഓക്കെ, ദേ ഹാവ് എ കോൺഫിഡൻസ് ഇൻ മീ. ഹേമ ചെയ്താൽ നല്ലതായിരിക്കും, അപ്പോൾ പുതിയ ഫ്ലേവേഴ്സ് ഇന്ന് ഫ്ലേവർ ചെയ്ത് തരുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഈ ബർത്ത്ഡേസ് അല്ലെങ്കിൽ ആനിവേഴ്സറീസ് അങ്ങനെയൊക്കെ വരുമ്പോൾ കേക്ക് ബുക്കിംഗ് വരുമല്ലോ. സോ ഓരോരുത്തർക്കും ഓരോ ഡിമാൻഡ് ആയിരിക്കും. ചിലർ ഫോട്ടോ കേക്ക് ആയിരിക്കും, ചിലരല്ലാത്ത തീം ബേസ്ഡ് കേക്ക് ആയിരിക്കും. സോ നിങ്ങൾ അതിൽ ഏതൊക്കെ ചെയ്യാറുണ്ട്? ഓക്കെ, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കേക്ക് തീം ബേസ്ഡ് കേക്ക് ഉണ്ട്. ഫോണ്ടൻറ്റ് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ കസിൻസ് ഉണ്ട്. വൺ തിങ് ഈസ് ഐ ഡോണ്ട് ഹാവ് ദ patience to work on fondant. It takes a lot of time. It is like clay modeling. Customized cake ആയിട്ട് വരുന്ന ആൾക്കാർക്ക് we give options for ക്രീമിൽ ചെയ്യാവുന്ന ഓപ്ഷൻസ്, ചോക്ലേറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ്, കളറിൽ ചെയ്യാവുന്ന ഓപ്ഷൻസ്, അങ്ങനത്തെ ഓപ്ഷൻസ് കൊടുക്കും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഹാപ്പി വിത്ത് ഇറ്റ്. ഫോണ്ടന്റ് ഇൻസിസ്റ്റ് ചെയ്യുന്നവർക്ക് ഐ ഫോർവേഡ് ദം ടു വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡിപ്പെൻഡിങ് ഓൺ ദെയർ ബഡ്ജറ്റ്. അപ്പോൾ പീപ്പിൾ ആർ മോസ്റ്റ്ലി ഹാപ്പി വിത്ത് ഇറ്റ്. ഫോട്ടോ കേക്ക്സ് ഐ ഡു. ഫോട്ടോ കേക്ക് ഇസ് ജസ്റ്റ് ഷുഗർ ഷീറ്റ് വിത്ത് എഡിബിൾ ഇങ്ക് പ്രിൻറ്റിംഗ്. ഫോട്ടോ കേക്ക്സ് ചെയ്യും, ഷേപ്പ് കേക്ക്സ് ചെയ്യും, ബാബി കേക്ക്സ് ചെയ്യും, കസ്റ്റമൈസ്ഡ് കളർ തീംസ് ചെയ്യും. വെഡിങ് കേക്ക്സ് വി ഡു വിത്ത് ഫ്രഷ് ഫ്ലവേഴ്സ്. ആക്ച്വലി ഇറ്റ്സ് മോർ അപ്രീഷിയേറ്റഡ്. സോ നമ്മുടെ സൊസൈറ്റിയിൽ ആസ് എ വുമൺ ഓൺടർപ്രണർ എന്തൊക്കെ ചാലഞ്ചസ് എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? മീൻസ് എന്തെങ്കിലും? യെസ്, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ആക്ച്വലി നമ്മുടെ സൊസൈറ്റിയിൽ. Some people are not, really happy to work under a lady boss, that too younger than them. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. ബട്ട് മൈ സ്റ്റാഫ് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിടും, വേറെ ആൾക്കാരെ എടുക്കും. മൈ സ്റ്റാഫ് I tend to be friendly with them. I get into their personal life, give a small talk here and there. ചീത്ത വിളിക്കുന്ന സമയം ചീത്ത വിളിക്കും, അല്ലാത്തപ്പം. But we are running like a family. എനിക്ക് തോന്നുന്നു my turning point was when I became a mother. I realized that anything is possible. You really get a little time to work on your own, but still you manage to do everything. Womanhood is something very special and super powerful. Like I can manage my family, I can run this business, but yeah, I get a lot of help from my husband, to be honest. He takes care of all the all the boring things that has to go in the business, like administration, GST filing, billing, and all that boring stuff. He takes care of it, so I am lucky. Still, yeah, some struggles will always be there. If you're a woman, you are supposed to take some struggle, but it pays off well. സോ ഹേമയെ പോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളുണ്ടാവും ഔട്ട് ദെയർ, ഇങ്ങനെ എന്താ പറയുക, സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടായിരിക്കും. സോ അവരോട് എന്തെങ്കിലും പറയാൻ, മീൻസ് ലൈക്ക് എന്തെങ്കിലും ഫ്രം യുവർ സൈഡ്? Okay, so from my story, I was an architect basically. അത് കഴിഞ്ഞ് മോളുണ്ടായപ്പോഴത്തേക്കും I started a fashion venture. ബേബി ക്ലോത്തിങ്ങിന് വേണ്ടിയിട്ടൊരു കെച്ചപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ഫേസ്ബുക്ക് പേജൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് യൂസ് ടു റൺ ഫോർ 2 years. അത് കഴിഞ്ഞ് ആണ് ഈ കേക്കിൻ്റെ ബിസിനസ് വരുന്നത്.
then I moved into that. So it's all, if I thought at one point that, oh, architecture is what I learned, 5 years I invested into architecture and I stopped myself from being all this, I wouldn't have been, standing where I'm standing now. So it's always important to believe yourself and, work for what you want, what makes you feel happy. That's the most important thing. So if you feel confident in yourself, just go for it. Just do it. Just get out of your comfort zone and just do it. It is worth it. ഹേമ എഡ്വിൻ ഇപ്പോൾ ഈ ബിസിനസ് മേഖലയിലേക്ക് കടന്നിട്ട് 1 വർഷമാണ്. പനവിള ബേക്ക് ഹൗസിൽ തുടങ്ങി ഇപ്പോൾ ഓവൻലി എന്ന് പറയുന്ന സ്ഥാപനം നടത്തിക്കൊണ്ട് പോകും. ഇനി അവർക്ക് ഫ്യൂച്ചറിൽ ഇതൊരു കഫേ ലെവലിലേക്ക് കൊണ്ടുവരാനും കൂടുതൽ ഔട്ട്ലെറ്റ്സിലേക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ഓർഡേഴ്സ് എത്തിക്കാനുമാണ് അവരുടെ ഫ്യൂച്ചർ പ്ലാൻ. ഇതൊന്നും ഹേമയ്ക്ക് എളുപ്പമല്ലായിരുന്നു. ഒരുപാട് ചാലഞ്ചസ് നേരിട്ട് അതൊക്കെ ഓവർകം ചെയ്താണ് ഹേമ ഇന്ന് ഈ ലെവലിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. വുമൻസ് ഡേ ആയിട്ട് ഇന്ന് നമുക്ക് ഇതേപോലത്തെ ബിസിനസ് ഫീൽഡിൽ വരാൻ ആഗ്രഹമുള്ള ഒരുപാട് പെൺകുട്ടികൾ പുറത്ത് അവിടെ ഉണ്ടായിരിക്കാം. അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് ഹേമയെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ. സോ ഇതുപോലത്തെ കൂടുതൽ വ്യക്തിത്വങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഹേമ എഡ്വിന് ഫ്യൂച്ചറിൽ ഒരു കഫേ ലെവലിൽ ഈ സ്ഥാപനത്തെ കൊണ്ടുപോകാൻ ഞങ്ങൾ ടീം എത്നിക് ഹെൽത്ത് കോഡ് എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെ നിങ്ങളും ഒരു വുമൺ ഓൺട്രപ്രണർ ആണ്. നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥാപനം ഉയരങ്ങളിലേക്ക് എത്തിക്കണം, നിങ്ങൾക്കും അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.